ഭഗവത്ഗീത ഒരു എക്സലന്റ് ലൈഫ് ഗൈഡൻസ് ആണ്. ഇത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലോകത്തിലുണ്ടായിട്ടില്ല, ലൈഫ് ഗൈഡ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിതിനെ വേണ്ട വകുപ്പിൽ മനസ്സിലാക്കിയിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ഇംപ്ലിമെന്റ് us. പക്ഷെ ഇറ്റ് ഗീവ്സ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ദ ലൈഫ്. ഭഗവത്ഗീത തരുന്ന ഒരു പിക്ചർ ഉണ്ട്. ദാറ്റ്സ് എ ഫാന്റാസ്റ്റിക് ആണ്. അപ്പൊ നമ്മൾ എന്തിനാണത് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ വി ആർ ലേണിംഗ് ദിസ്? നമ്മൾ ഫസ്റ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മളൊക്കെ ഒരു ഇവോൾവിംഗ് സോൾസ് ആണ്. ഈ ഒരു ജന്മത്തിൽ വന്നവരല്ല നമ്മൾ. ഇതിനു മുമ്പുമുണ്ട്, അതിനു മുമ്പുമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ പറയുന്ന നമ്മുടെ ഈ പുനരഭിജനനം, പുനരഭിമരണം എന്നൊക്കെ ഒരു ബിലീഫ് അല്ലേ? വാട്ട് ഈസ് ദ പ്രൂഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർച്ചുനേറ്റ്ലി മോഡേൺ ജനറ്റിക് സയൻസ്, ജനറ്റിക് സയൻസ് പറയുന്നത് നമ്മുടെ ക്രോമസോംസ് എല്ലാം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ശരീരത്തിൽ നിന്ന് വരുന്ന, ഇമ്പാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഹെറിഡിറ്ററിയിൽ നിന്ന് വരുന്ന. അപ്പോൾ കുറേ കാര്യങ്ങൾ ഹെറിഡിറ്ററി ആണെന്ന് നമ്മൾ പറയുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും നേച്ചർ, അവരുടെ ക്യാരക്ടർ, ആ സബ്സ്റ്റൻസ്, അവരുടെ ജീൻ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നെങ്കിൽ അവരുടെ മരണസമയത്ത് അത് മുഴുവൻ നശിപ്പിക്കില്ല എന്നുള്ള ഉറപ്പല്ലേ? അല്ലെങ്കിൽ നമ്മളിലേക്ക് വരാൻ പറ്റില്ല അല്ലേ? ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ ആ ഒരു പെഡിഗ്രി, അവരുടെ ലീനേജ് നമ്മളിൽ വരുന്നുവെങ്കിൽ അതൊന്നും ഡസ് നോട്ട് ഗെറ്റ് ഡിസ്ട്രോയ്. അതുകൊണ്ടാണല്ലോ നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മരണശേഷവും നമ്മുടെ ഒന്നും നശിക്കാൻ പോകുന്നില്ല. അടുത്ത തലമുറയിലേക്ക് അത് ഇമ്പാർട്ട് ചെയ്ത് പോകണം, അടുത്ത് ഷെയർ ചെയ്ത് പോകണം, ആണോ? അപ്പൊ ഒന്നും നശിക്കുന്നില്ല. അപ്പൊ ഹിന്ദുമതം പണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് നത്തിങ് ഈസ് ബോൺ, നത്തിങ് ഈസ് ഡിസ്ട്രോയ്, ന ജായതേ ന മ്രിയതേ. കൃഷ്ണൻ പറഞ്ഞുവല്ലോ 2-ാം അധ്യായത്തിൽ, അർജുന ഞാനും മുമ്പുണ്ടായിരുന്നു, നീയും മുമ്പുണ്ടായിരുന്നു, എല്ലാവരും മുമ്പ് ഉണ്ടായിരുന്നു. അതിപ്പോ ജനറ്റിക് സയൻസ് പ്രൂവ് ചെയ്യാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു എവല്യൂഷനാണ്. ഇതൊരു ക്രിയേഷൻ അല്ല. ഈ റിലീജിയനാണ് ഈ റോങ് വേർഡ് ഉണ്ടാക്കിയത്. അത് ഈ സെമിറ്റിക് റിലീജിയൻ ഉണ്ടാക്കിയാണ് ക്രിയേഷൻ എന്നുള്ളത്. ഹിന്ദുമതത്തിൽ ക്രിയേഷൻ ഇല്ല, ഹിന്ദുമതത്തിൽ എവല്യൂഷനേ ഉള്ളൂ. അതാണ് അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാദി ഭാരത. സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അവ്യക്തമായത് വ്യക്തമാകുന്നു, വ്യക്തമായത് വീണ്ടും അവ്യക്തമാകുന്നു. ഇത് കോൺസ്റ്റന്റ്ലി ഇറ്റ് ഈസ് കീപ് ഓൺ ഗോയിങ്. ഇന്നലെ ചോദ്യം ചോദിച്ചല്ലോ, ഈസ് ദെയർ എനി എൻഡ് ഫോർ ദ വേൾഡ്? ദെയർ ഈസ് നോ എൻഡ് ഫോർ വേൾഡ്. കാരണം ഇത് വൺ ഫോമിൽ നിന്നും വേറെ ഫോമിലേക്ക് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വേറെ സ്ഥലത്ത് വേറെ ഒരു ഗാലക്സിയിൽ അപ്പിയർ ചെയ്തേ പറ്റുള്ളൂ. നത്തിങ് ഈസ് ഡിസ്ട്രോയ്. അപ്പൊ നമ്മുടെ ഈ യൂണിവേഴ്സ് മുഴുവൻ പോയാലും വേറെ യൂണിവേഴ്സ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലൈഫ് ഒരിക്കലും ഇല്ലാതെ ആവില്ല. കാരണം ലൈഫ് ഇസ് എൻ എനർജി. എനർജി കാൺ ഗെറ്റ് ഡിസ്ട്രോയ്. അപ്പൊ നമ്മളൊരു ലൈഫിൽ നിന്നും വേറെ ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്താ ചെയ്യാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ജന്മം കറക്റ്റ് ചെയ്യാം, അടുത്ത ജന്മം കുറേയും കൂടി നമുക്ക് ബെറ്റർ ആവാൻ, വേറെ എവല്യൂഷനിലേക്ക് വരാൻ. എവല്യൂഷൻ എപ്പോഴും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആ ഹയർ എവല്യൂഷനിലേക്ക് വരണമെങ്കിൽ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ നമ്മൾ ഒന്നിനോട് കമ്പാരിസൺ വേണ്ട. അപ്പൊ നമുക്ക് എന്തൊക്കെ ലാക്കിംഗ് ഉണ്ടോ, എന്തൊക്കെ കുറവുകളുണ്ടോ, ആ കുറവുകളെ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൽ നമ്മൾ അറിയണം, ഈ ലിമിറ്റേഷൻസ് മുഴുവൻ ഉണ്ടാക്കുന്നത് മൈൻഡാണ്. മൈൻഡിലുള്ള ഗുണങ്ങളാണ് മനുഷ്യനെ വീക്കാക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഫിയറിന് കാരണം, നമ്മുടെ ഉള്ളിലുള്ള പല ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഓൾ നെഗറ്റിവിറ്റി കാരണം ദ കോസ് ഈസ് ദി മൈൻഡ്. അത് ആദ്യം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ദ മൈൻഡ് ഈസ് ദ കോസ് ഫോർ ഓൾ മൈ പ്രോബ്ലംസ് ആൻഡ് വീക്ക്നെസ്. അത് നമ്മൾ പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും എവല്യൂഷനിലേക്ക് പോകാൻ പറ്റില്ല. സോ ഫസ്റ്റ് യു ഷുഡ് നോ വാട്ട് ഈസ് എ വീക്ക്നെസ്, വാട്ട് ഈസ് ദ ട്രബിൾ, വാട്ട് ഈസ് ദ പ്രോബ്ലം. നമ്മളിപ്പോൾ ഒരു കാർ കേടു വന്നാൽ യു ഷുഡ് നോ വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് ദ കാർ. വേണ്ടേ? വേണ്ടേ? അതറിയാതെ നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ലൈറ്റ് പോയി, എവിടെയാണ് പോയിരിക്കുന്നത്, എവിടെയാണ് ഷോർട്ട് ആയിരിക്കുന്നത് എന്നുള്ള അറിയാതെ നിങ്ങൾ കുറേ സമയം മെനക്കെട്ടുന്ന കാര്യം. ചിലവർക്ക് എക്സാക്ട്ലി അത് ഇന്ന സ്ഥലത്തിലാണ് പോയിന്റ് പ്രോബ്ലം ഉള്ളത്, അവിടെ കറക്റ്റ് ചെയ്ത പ്രോബ്ലം തോന്നുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. എവിടെയാണ് പ്രോബ്ലം എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. മെഡിക്കൽ സയൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പലരുടെയും അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പൊ അവർ കുറെ ഹൈപ്പോത്തിസിസ്, ചില മരുന്നുകൾ കൊടുത്ത് ആ മരുന്നാണ് പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ്. ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ കുറെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് ആളുകൾക്ക് പല ഹെൽത്ത് കോംപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് അവരുടെ ഡയഗ്നോസിസ് വളരെ റോങ് ആയിട്ട് പറയും. ഇത്രയും മെഡിക്കൽ സിസ്റ്റവും ഇത്രയും ഡോക്ടർമാരും എല്ലാം ഉണ്ടായിട്ടും, കാരണം ടൂ മച്ച് മെഷീനറി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട്, ഒരുപാട് സ്കാനിങ്ങും അതും ഇതൊക്കെ റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ചിലത് കറക്റ്റ് ആവും, ചിലത് കറക്റ്റ് ആവണമെന്നില്ല. മനസ്സിലാവുണ്ടല്ലോ. ഒരു ലേഡി കൊച്ചിയില്, ഞാൻ അടുത്ത കാലത്താണ് അവരെ പരിചയപ്പെട്ടത്. അവർക്ക് ഒരുപാട് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് വന്നിട്ട് അവരിനി ചെയ്യാത്ത ട്രീറ്റ്മെന്റ് ഇല്ല, സ്കാനിങ് ഇല്ല. അവരെ കുറെ ട്രീറ്റ്മെന്റ് ചെയ്ത് അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഒരു യോഗ കൊണ്ട് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ അവര് വലിയ യോഗ ടീച്ചറാണ്. അവർ പറയാ ലാക്സ് ആൻഡ് ലാക്സ് ആണ് ചെലവഴിച്ചത്. വെറും യോഗ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഹെൽത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എവിടെയൊക്കെ റോങ് ഡയഗ്നോസിസും റിപ്പോർട്ടുകളും അതിന്റെ ക്ലാരിഫിക്കേഷനും പിന്നെ ഫർദർ പ്രൊസീജിയർ ഒക്കെ കൂടി പാവം ഒരുപാട് മരുന്നുകൾ ഈ കാലഘട്ടത്തിൽ, ഞാൻ ടോക്കിംഗ് അബൌട്ട് 2021 സംഭവിച്ച കാര്യം, ഒരു പഴയ ഹിസ്റ്ററി അല്ല പറയാം. അപ്പൊ മനുഷ്യ ശരീരത്തിൽ തന്നെ നടക്കുന്ന കാര്യം ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ക്ലിയർ ആയിട്ട് നമുക്കറിയണം. കൃഷ്ണൻ ഇവിടെ ക്ലിയർ ഒരു പിക്ചർ തന്നെയാണ്. എന്റെ വീക്ക്നെസ് ഇരിക്കുന്നത് എവിടെയാണ്? മൈൻഡിലാണ്. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. മൈ മൈൻഡ് ഈസ് മൈ പ്രോബ്ലം എന്ന് പറഞ്ഞു നോക്കൂ. മൈ മൈൻഡ് ഈസ് മൈ പ്രോബ്ലം. അത് നമ്മൾ പറയില്ല, യുവർ മൈൻഡ് ഈസ് മൈ പ്രോബ്ലം എന്നാണ് പറയുക. അത് പറയാൻ നമുക്ക് എളുപ്പമാണ്. മറ്റൊരാളുടെ മൈൻഡാണ് നമുക്ക് അത് ശരിയാണ്, മറ്റൊരാളുടെ മൈൻഡാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകും. പക്ഷെ അവരുടെ മൈൻഡ് നമുക്ക് പ്രശ്നമാകാൻ കാരണം അവരുടെ മൈൻഡ് അല്ല, പ്രശ്നം നമ്മുടെ മൈൻഡാണ്. കാരണം ആ മൈൻഡിനെ പോലും മാനേജ് ചെയ്യാൻ എൻ്റെ മൈൻഡിന് പറ്റുന്നില്ല. സത്യത്തിൽ ഈ ഒരു കാര്യമുണ്ട്, ഈ മൈൻഡ് ഈസ് മൈ പ്രോബ്ലം എന്നുള്ളത് ഇന്നത്തെ ഒരു യങ് ജനറേഷൻ അറിയുന്നേ ഇല്ല. അതുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യാണ് ലൈഫിൽ, മുഴുവൻ ഫൈറ്റാണ്. ഇപ്പൊ കുട്ടികൾ ഹൈപ്പർ ആയാൽ അവരോട് ഫൈറ്റ് ആവും, കുട്ടികൾ വളരെ ലെഥാർജിക് ആയാൽ അവരോട് ഫൈറ്റ് ചെയ്യും. ആ ലെഥാർജിക് മൈൻഡിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഇവർക്ക് അറിയുന്നില്ല. ഒരു ഹൈപ്പർ മൈൻഡിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഈവൻ ആഫ്റ്റർ മാരേജ് ഡിഫറെന്റ് ക്യാരക്ടർ വരുന്ന ഒരാളോട് ആ മൈൻഡിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ മൈൻഡിന്റെ ചില നെഗറ്റിവിറ്റി കൊണ്ടാണോ ഒരാൾ സഫർ ചെയ്യുന്നത്? പറയൂ, ഏതായിരിക്കും അത് ശരിയായിട്ടുള്ളത്? നമുക്ക് ആ ഒരു നെഗറ്റീവ് മൈൻഡിനെ മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് മൈൻഡിന്റെ വളരെ നെഗറ്റീവായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് നേച്ചർ കൊണ്ടാണ് നമ്മൾ സഫർ ചെയ്യുന്നത്? പറയൂ. അവിടെയാണ് ഗീതയുടെ ആ ഒരു നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യാസം തരുന്നത്. അതായത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞ ദേ ആർ ദ പ്രോബ്ലം എന്നാണ്. ഇപ്പൊ ഗീത നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? യു ഡെവലപ്പ് ദ പവർ. നിങ്ങളുടെ പവർ ഡെവലപ്പ് ചെയ്യും. സോ യു ക്യാൻ handle that mind, you can manage that mind, you can even tackle with that mind, deal with that mind. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഏതാ ശരി? ഭഗവത്ഗീത കാണിച്ചു തരുന്ന ആ ഒരു വിഷൻ ആണോ ശരി? ഇതൊന്ന് വേണ്ടതാണോ സത്യത്തില്? അവർ മൈൻഡ് ഈസ് ദ പ്രോബ്ലം, വി ഹാവ് ടു ലുക്ക് ഇൻ അവർ ഓൺ മൈൻഡ്. ഇതല്ലേ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്? പറയൂ. സോ ഒരു കാര്യം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്, the heart of the human personality, listen carefully, the heart of the human personality is the mind. എന്താണ്? The heart of the human personality is the mind. നമ്മുടെ പമ്പിങ് ഹാർട്ട് അല്ല നമ്മുടെ ഹാർട്ട്, നമ്മുടെ മൈൻഡ് ആണ് നമ്മുടെ ഹാർട്ട്. അതുകൊണ്ടായിരിക്കും കൃഷ്ണൻ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞത് ശുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയം എന്നാണ് കൃഷ്ണൻ ആ വാക്ക് ഉപയോഗിച്ചത്. ഹൃദയ ദൗർബല്യം. ഇതൊന്നും എന്റെ വാക്കുകളല്ല, ഒക്കെ ഗീതയിൽ എടുത്തിരിക്കുകയാണ്. ഹൃദയ ദൗർബല്യം എന്നാണ്. അപ്പൊ ഹൃദയത്തിന്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഗീത വായിക്കുന്നവരെന്താ വിചാരിക്കും, എന്റെ എക്കോ ഒക്കെ കറക്റ്റ് ആണല്ലോ, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണല്ലോ, എന്റെ ഹൃദയത്തിന് അങ്ങനെയുള്ള ദൗർബല്യമൊന്നുമില്ല, പമ്പിങ് ഒക്കെ ഓക്കെ ആണല്ലോ. ഈ ഹൃദയമാണോ കൃഷ്ണൻ പറഞ്ഞത്? ആണോ? പമ്പിങ് ഹാർട്ടിനെയാണോ? ബ്ലഡി ഹാർട്ടിനെയാണോ? സോറി, അതിനെയാണോ കൃഷ്ണൻ ഹൃദയം വിളിച്ചിരിക്കുന്നത്? ആണോ? ഈ ബ്ലഡുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അപ്പൊ കൃഷ്ണൻ ഹൃദയം എന്ന് വിളിക്കുന്നത് നമ്മുടെ മൈൻഡിനെയാണ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ലെവലിൽ മുതൽ പഠിപ്പിക്കേണ്ടതാണ്. മൈൻഡ് ഈസ് ദ ഹാർട്ട് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി.
എന്തൊരു ഗംഭീര അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക്. മൈൻഡ് ഈസ് എല്ലാവരും പറഞ്ഞു നോക്കും. മൈൻഡ് ഈസ് ദ ഹാർട്ട് ഓഫ് ഹ്യൂമൻ പേഴ്സൺ. കറക്റ്റ് ആണോ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? ആണോ? ആ മൈൻഡിലാണ് നമ്മൾ അറിയേണ്ടത് മൈൻഡിന്റെ ഗുണങ്ങൾ. അപ്പൊ മൈൻഡിന്റെ ഗുണങ്ങളാണ് തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. അപ്പൊ ഈ തമോ ഗുണമുള്ള ഒരാളെ ലെഥാർജിക് ആവും, രജോ ഗുണമുള്ള ആള് റെസ്റ്റ്ലെസ് ആവും, സാത്വിക് ഗുണമുള്ള ഒരാൾക്ക് മാത്രമേ ഫോക്കസ് ചെയ്യാൻ കഴിവുണ്ടാവുള്ളൂ. അപ്പൊ തമോ ഗുണമുള്ള ഒരാളെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. തമോ ഗുണമുള്ള ഒരാള് ആ തമോ ഗുണത്തിൽ നിന്നും അവരെ രജോ ഗുണത്തിലേക്കും സത്വ ഗുണത്തിലേക്കും ആ എനർജിയെ മാറ്റാൻ പറ്റും. അതാണ് ഗീതയുടെ സെക്കൻഡ് ക്വാളിറ്റി. എന്താണ്? എവ്രി വൺ ക്യാൻ ട്രാൻസ്ഫോം ദിയർ മൈൻഡ്. മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്. കാരണം എനർജി ക്യാൻ ബി ട്രാൻസ്ഫോം. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോം. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഇവിടെ ലതാർജിക്കായിട്ട് ആരുമില്ല. ആരെങ്കിലും ഇവിടെ ലതാർജിക്കായിട്ടുണ്ടെങ്കിൽ പാവം അവരുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലല്ല അവർ പറയുന്നത്. ശരിയാണോ? ആരും ഇവിടെ റെസ്റ്റ്ലെസ് അല്ല. എന്തുകൊണ്ടാണ് അവർ റെസ്റ്റ്ലെസ് ആവുന്നത്? അവരെ ആ റെസ്റ്റ്ലെസ്നെസ്സിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു സൊസൈറ്റിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സത്യത്തിൽ ഈ വേൾഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, വേൾഡിൽ 3 തരം ആളുകളെ ഉണ്ടാവും. ഒന്ന് ലെഥാർജിക്, 2 റെസ്റ്റ്ലെസ് ആയിട്ട് ആളുകൾ എപ്പോഴും പ്രശ്നം. ലോകത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എപ്പോഴും ഈ റെസ്റ്റ്ലെസ് ആണ്. കാരണം ഒരു റെസ്റ്റ്ലെസ് മൈൻഡേ മറ്റുള്ളവർക്ക് റെസ്റ്റ്ലെസ്നെസ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കൂ. നിങ്ങളൊരു കുട്ടി വളരെ റെസ്റ്റ്ലെസ് ആണെങ്കിൽ അമ്മയ്ക്ക് ഒരു റെസ്റ്റ്ലെസ്നെസ് കൊടുക്കുമോ? പറയും, അമ്മ അടങ്ങിയിരിക്കാൻ സമയം. ലതാർജിക് ആയവൻ കുംഭകർണ അവിടെ കടന്നോളും. കുംഭകർണനെ കൊണ്ടല്ല പ്രശ്നം, കൂർക്കം വലിച്ച് കിടന്നോളും. വിഭീഷണനെ കൊണ്ടും പ്രശ്നമില്ല. കാരണം കുംഭകർണൻ എന്ന് പറയുന്നത് ഏതാണ്? സാത്വിക് മൈൻഡാണ്. കുംഭകർണൻ എന്ന് പറഞ്ഞാൽ വളരെ ലതാർജിക് മൈൻഡാണ്. അവിടെ കടന്നോളും, കുഴപ്പമില്ല. എണീക്കുമ്പോഴേ പ്രശ്നമാണ്. കുംഭകർണനെ കൊണ്ട് ഉപദ്രവം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് അല്ല, കൺസ്ട്രക്റ്റീവ്, ഒന്നും ഉണ്ടാക്കില്ല. കേരളത്തിലൊക്കെ കുംഭകർണന്മാരാണ്. ഒന്നും നടക്കില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അവിടെ കടന്നുള്ളത്. 2 സാത്വിക് മൈൻഡുള്ള വിഭീഷണനെ കൊണ്ടും പ്രശ്നമില്ല. കാരണം അയാളെ കൊണ്ട് ആർക്കൊരു ഉപദ്രവമില്ല, സാത്വിക് മൈൻഡാണ്. 3ാമത്തത് ആരാണ്? രാവണ മൈൻഡാണ്. രാവണ മൈൻഡ് എപ്പോഴും റെസ്റ്റ്ലെസ് ആണ്. റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് അവരുടെ ഉള്ളിൽ ഡിസയർ, ഒരുപാട് ആഗ്രഹങ്ങൾ, എല്ലാം വേണം അവർക്ക്. ഒന്നിലും മൈൻഡ് നിൽക്കില്ല. 2ാമത്തത് കിട്ടിയിട്ടില്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രസ്ട്രേഷൻ. അപ്പൊ ഈ രാവണ മൈൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രജോഗുണ മൈൻഡിന്റെ സ്വഭാവം 3ആണ്. 1ാമത്തത് കാമം, ക്രോധം, ലോകം. അത് ബേസിക്കലി നമ്മുടെ തലയിലോട്ട് എല്ലാം ഗ്രീഡിയാണ്. എനിക്ക് വേണം. ഞാൻ വല്ലതും എൻജോയ് ചെയ്യും, അതും പറ്റില്ല. കാരണം മൈൻഡ്, നിങ്ങൾ കുട്ടികളെ നോക്കൂ, റെസ്റ്റ്ലെസ് ആയ മൈൻഡ് കുട്ടികൾ അവര് മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്ന സമയത്ത് അവരുടെ ടോയ്സ് പിടിച്ചു വയ്ക്കും. എന്നാ അതിന് നിൽക്കില്ല, വേറെ എടുത്തിട്ട് പിടിക്കാൻ പോകും. എന്നാ ഇതെടുത്ത് കളിക്കാൻ അതില്ല, എനിക്ക് അതും കൂടി കിട്ടണം. അപ്പൊ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളുകളിൽ കാമം, ക്രോധം, ലോകം. എന്താ ഈ കാമം, ക്രോധം, ലോകം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേറൊരു മീനിങ്ങിൽ എടുക്കണം. കാമം എന്ന് പറഞ്ഞാൽ ഡിസയർ, ഒരുപാട് ഡിസയർ. അത് കിട്ടണം, ഇത് കിട്ടണം, അത് കിട്ടണം എന്നുള്ള ഒരുതരം ഗ്രീഡ് ഡിസയർ. 2ാമത്തത് ഗ്രീഡ്, എല്ലാം എന്റേതാക്കണം, എല്ലാം പൊസസ് ചെയ്യണം. ആ ഒരു തരത്തിലുള്ള സെൽഫിഷ്നെസ് വളരെ കൂടുതലായിരിക്കും. 3ാമത് കിട്ടിയിട്ടില്ലെങ്കിലോ വളരെ ഫ്രസ്ട്രേഷൻ എപ്പോഴും, ആങ്കർ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് രജോ ഗുണം. ആൻഡ് സാത്വിക് മൈൻഡ് ആണെങ്കിലോ അതൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും, അത് മറ്റുള്ളവർക്ക് പോലും ഒരു സപ്പോർട്ട്. അപ്പൊ മനുഷ്യനെ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്കും ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്കിൽ എങ്ങനെയായിരിക്കും ഈ ജനറേഷൻ? നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യും. നമ്മുടെ പാരൻസിന് ഇത് അറിയാമായിരുന്നു, നമ്മുടെ ക്വാളിറ്റി ഇതാണ്, ഇവൻ വളരെ റെസ്റ്റ്ലെസ് ആണ്, ഇവൻ വളരെ സെൽഫിഷ് ആണ്, ഇവന്റെ മൈൻഡിൽ ഇങ്ങനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമോ നമ്മുടെ പാരൻസിന് അറിയുമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഓരോ വീട്ടിലും ഓരോ കുട്ടികളും
പറയും, നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവോ? ആയിരിക്കുമോ? ഒരു രാജ്യം അപ്പോഴല്ലേ ശരിക്കും പ്രൊഡക്റ്റീവ് ആവുന്നത്? ആണോ? ഈ തരത്തിലുള്ള ഒരു വിഷൻ ലോകത്തിന്റെ മുന്നിൽ ആദ്യം അവതരിപ്പിച്ച ബുക്കാണ് ഇത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തൊരു വിഷനാണ് അതിൻ്റെ അകത്ത്, എന്തൊരു വിഷനാണ്. ഈ വിഷനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ നിൽക്കട്ടെ, ഇവിടെ അർജുനന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അർജുനൻ ഏത് കാറ്റഗറിയാ? കുംഭകർണന്റെയോ? രജോഗുണ. അർജുനന് പ്രശ്നം ഇപ്പോൾ ആ യുദ്ധക്കളത്തിൽ നിന്ന് പോകണം. അപ്പൊ അർജുനൻ യുദ്ധക്കളത്തിൽ നിന്ന് പോകുന്നതിന് കാരണം യുദ്ധമല്ല പ്രശ്നം, ദ്രോണാചാര്യ ഒന്നുമല്ല പ്രശ്നം. അർജുനനെ സംബന്ധിച്ച് ആ യുദ്ധം ചെയ്യാൻ മൈൻഡിന്റെ റെസ്റ്റ്ലെസ്നെസ് അർജുനനെ അനുവദിക്കുന്നില്ല. അപ്പൊ ആ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗിൽറ്റും ചില ഉള്ളിലുള്ള ഒരു വിഷമങ്ങളാണ്. കാരണം ഇത്രയും എന്നെ പഠിപ്പിച്ച ഗുരു, ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഭീഷ്മരെ, ഇവരൊക്കെ എങ്ങനെയാണ് ഞാൻ കൊല്ലുക എന്നൊക്കെയുള്ള അർജുനന്റെ ഉള്ളിലുള്ള ഗിൽറ്റാണ്. വാസ്തവത്തിൽ അർജുനനെ വളരെ ഡിസ്റ്റർബ് ചെയ്തത് ഇവരെ കൊന്നിട്ട് നാളെ സൊസൈറ്റിയെ ഫേസ് ചെയ്യാൻ. കാരണം സൊസൈറ്റി എപ്പോഴും ഇൻസൾട്ട് ചെയ്യും. നീ ഗുരുവിനെ കൊന്നവനല്ലേ, അതൊരു വല്ലാത്തൊരു ഇൻസൾട്ടായിട്ട് ആരുടെ ഉള്ളിൽ കിടക്കും? അർജുനന്റെ ഉള്ളിൽ. ഇവിടെ നോക്കൂ, നിങ്ങൾ കുട്ടികളുടെ തലത്തിൽ നോക്കൂ, കുട്ടി പരീക്ഷ എഴുതാൻ പറ്റാതെ വളരെ റെസ്റ്റ്ലെസ് ആവും. ഓരോ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ റെസ്റ്റ്ലെസ് ആവുന്നതിന് കാരണം ആ പ്രോബ്ലം അല്ല വാസ്തവത്തിൽ അവരെ റെസ്റ്റ്ലെസ് ആക്കുന്നത്, ആ പ്രോബ്ലത്തെ അവർക്ക് മാനേജ് ചെയ്യാനുള്ളൊരു കഴിവില്ലായല്ല, കഴിവുണ്ട്, പക്ഷെ there is something disturbing there. അതൊന്നുകിൽ ഫിയർ ആയിരിക്കും, കുട്ടികളെ സംബന്ധിച്ച് ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് അവർക്ക് അതിന്റെ ചില കോംപ്ലിക്കേഷൻസ് ഏറ്റെടുക്കാനുള്ളൊരു വിഷമമായിരിക്കും. പല ജോബിലും പലരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതിന്റെ കാരണം അതാണ്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ എൻ്റെ അടുത്തുനിന്ന് വരും. ഇപ്പൊ നിങ്ങളോട് ഒരാളോട് സ്റ്റേജിൽ കയറിയിട്ട് 2 വാക്കുകൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒന്നും വരാൻ പറ്റാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് കാലില്ലേ വരാൻ പറ്റില്ലേ? സ്റ്റേജിൽ കയറി 2 വാക്കുകൾ പറയാൻ എന്താ പേടി? പക്ഷെ നിങ്ങൾക്കൊരു പേടി, ഞാൻ പറഞ്ഞാൽ വല്ലതും തെറ്റുമോ എന്നുള്ള പേടി ആണോ? അപ്പൊ വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സിലൊരു പേടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ പറയൂ പുറകോട്ട് വയ്ക്കും. പലരും ജീവിതത്തിൽ പുറകോട്ട് പോകുന്നതിന് കാരണം അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഡിസ്റ്റർബൻസിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെയാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത്, അർജുന, ഒരു തരത്തിലും നമ്മൾ പുറകോട്ട് പോകരുത്, നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ എങ്ങനെ മുന്നോട്ട് പോകണം? ആ ഫ്രസ്ട്രേഷനെ എടുത്ത് മാറ്റിക്കൊണ്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പറ്റണം. ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ നമ്മൾ ജീവിതത്തിൽ ടഫായി, നാളെ ഇതിലും ടഫായതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, ക്രമേണ ഈ ടഫസ്റ്റ് ആയ കാര്യം പോലും നമ്മുടെ മുന്നിൽ വലിയൊരു പ്രശ്നമല്ലാതെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന ഒരു നദിക്ക്, ഒരു സ്ട്രീമിന് താഴെ വന്നാൽ ഒഴുകാൻ ഒരു പ്രയാസമില്ല. കാരണം അതിനും വലിയ ഹൈറ്റ് നിന്നാണത് താഴോട്ട് വരുന്നത്. ഇതുപോലെ നമ്മൾ ഏറ്റവും പ്രയാസകരമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പഠിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ജീവിതത്തിൽ ഇപ്പൊ നാളെ അതിലും വലിയ ട്രബിൾ വന്നാൽ പോലും നമുക്ക് ഫേസ് ചെയ്യാൻ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, അർജുന, നീ ഒരിക്കലും ജീവിതത്തിൽ എസ്കേപ്പ് ചെയ്യരുത്. ജീവിതത്തെ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യണം. എനിക്കിവിടെ ഇരിക്കുന്ന അമ്മമാരെ ഇവരോടൊക്കെ പറയുന്നത്, കുട്ടികളെ നിങ്ങൾ അങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം. കാരണം രാവിലെ നേരത്തെ നിങ്ങൾ പ്രയാസമാണ്, പക്ഷെ പരിശീലിപ്പിക്കണം. അതുപോലെ പലതും പ്രയാസകരമായ കാര്യം പരിശീലിക്കുമ്പോഴാണ് നാളെ അതിലും വലിയ പ്രയാസകരമായ കാര്യത്തെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നമ്മളെന്നും ഈസി ഗോ കംഫർട്ടബിൾ ലൈഫായി കഴിഞ്ഞാൽ ഒരു ടഫായതിനെ കമാൺ ഫേസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുമല്ലോ? വാസ്തവത്തിൽ ടഫായതല്ല പ്രശ്നം, ടഫായത് എന്നുമുണ്ട്, പക്ഷെ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പരിശീലിപ്പിക്കുന്നില്ല. ഇന്നത് വളരെ കൂടി വരികയാണ്. കാരണം കംഫർട്ടിന്റെ ഒരു വേൾഡ് കൂടുമ്പോൾ, എല്ലാ തരത്തിലുള്ള നമുക്ക് സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ ടഫായതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. എല്ലാവരും അതിൽ നിന്ന് അങ്ങനെ മാറി പുറകോട്ട് പോവാണ്. ഇനിയുള്ളൊരു ജനറേഷൻ സത്യത്തിൽ എങ്ങനെയാണ് സർവൈവ് എന്നുള്ളതിന്റെ വലിയൊരു കഷ്ടമാണ്. കാരണം ഈ മൊബൈലിലൊക്കെ ജീവിച്ച് ഒരു സൊമാറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളിൽ ജീവിച്ച് നാളെ അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ളൊരു കഴിവ് പോലും ക്രമേണ ടൂ മച്ച് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ നാളെ സ്വന്തമായി ജീവിക്കാനുള്ള ഒരു കഴിവ് പോലും
ഉണ്ടാവോ ഇല്ലയോ? കുറയും. നോക്കൂ, ഇപ്പൊ തന്നെ നോക്കൂ, നമ്മൾ കൈകൊണ്ട് എഴുതുന്നത്. പണ്ട് എഴുതി എഴുതി ശീലിച്ചുകൊണ്ട് നമുക്ക് കൈക്ക് വേദനയില്ല. ഇപ്പൊ നിങ്ങളൊന്ന് കൈകൊണ്ട് ഒരു 10 മിനിറ്റ് എഴുതുമ്പോഴേക്കും കൈ വേദനിക്കാൻ തുടങ്ങി. കാരണം അത് കൈയുടെ കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ എഴുതാൻ ശീലിക്കുമ്പോൾ പിന്നെ ആ ഫാക്കൽറ്റി ഉപയോഗിക്കൽ അത്ര എളുപ്പമല്ല. പണ്ട് എത്രയോ കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയവരുണ്ട്, ഉണ്ടോ? ഇന്ന് 1 കിലോമീറ്റർ നടക്കും. പിന്നെ നമ്മള് സ്വിമ്മിംഗ് പൂളിൽ പോയി വന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ. ഇനി നനയാൻ എവിടെയും ബാക്കിയില്ല. കാരണം നമുക്ക് ശീലമില്ല അത്. അങ്ങനെ ഒരുപാട് കംഫർട്ടുകൾ അനുഭവിച്ച് ഇപ്പം ടഫായതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, അർജുന, നീ ലൈഫിൽ നിന്നൊരിക്കലും പോകരുത്. ഇനി നമുക്ക് നോക്കാം, ജീവിതത്തെ കുറിച്ച് ഇത്ര ഡീപ്പായിട്ട് കൃഷ്ണൻ പറഞ്ഞു തന്ന പോലെ എനിക്ക് തോന്നുന്നില്ല വേറൊരു സയൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നു. കൃഷ്ണൻ ഇന്നലെ പറഞ്ഞ കാര്യം നമുക്കുകൂടി ആവർത്തിക്കുകയാണ്. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം സിദ്ധയേ. ഏതെല്ലാം ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അതിന്റെ എല്ലാം സിദ്ധിക്ക് വേണ്ടി. സിദ്ധി എന്ന് പറഞ്ഞാൽ ഈസിക്കും. നമ്മൾ ചെയ്യുന്നതൊന്നും ഒരു ടഫല്ലാതെ വളരെ കാഷ്വലായിട്ട്, ലിഷറായിട്ട്, റിലാക്സ്ഡ് ആയിട്ട്, ഒരു തരത്തിലും ടെൻഷൻ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കടന്നു പോവുക. അതൊരു സുഖം. ഇത് ആണോ? ഒരു രാവിലെ എണീക്കുന്നതും വീട്ടിലെ കാര്യം, നിത്യകർമ്മങ്ങളായാലും ശരി, ഓഫീസ് കാര്യങ്ങളായാലും, നിങ്ങളൊന്ന് ആലോചിച്ചു, കംപ്ലീറ്റ്ലി ഒരു ലിഷർ മൈൻഡില് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നതൊരു ബ്ലെസ്സിങ് ആണോ? കമാൺ, നമ്മൾ ഒരു ടെൻഷനും നമ്മളെ ഏൽക്കാത്തിരിക്കും. അങ്ങനെ ഒരു കാര്യം അനുഭവിക്കണമെങ്കിൽ പഞ്ചൈതാനി കാരണാനി. അർജുന, ഏത് കാര്യത്തിലും പഞ്ചകാരണങ്ങളുണ്ടെന്ന് നീ മറക്കരുത്. ഏതൊക്കെയാണ് പഞ്ചകാരണങ്ങൾ? ഇത് സാഖ്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഏതൊക്കെയാണ്? അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. ഇത്ര ഡീപ്പായിട്ട് ഏതെങ്കിലും സയൻസ് കടന്നു പോയിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ സൈക്കോളജിയുടെ ഏറ്റവും വലിയ പുസ്തകങ്ങളായ സിഗ്മണ്ട് ഫ്രോയിഡ് ആയാലും ശരി, അയാളുടെ യൂങ്, അവരുടെയൊക്കെ ബുക്കുകൾ എടുത്ത് നോക്കിയാലും ശരി, ഇത്രയൊന്നും ഡെപ്തിലൊന്നും ഒരു ഹ്യൂമൻ സൈക്കോളജി കടന്നുപോയില്ല. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ 5 കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഒന്ന്, ഒരാളുടെ സംസ്കാരം, അത് അയാളുടെ ബേസിക് ആയിട്ടുള്ള എന്താണ്, അധിഷ്ഠാനം. നമ്മളുണ്ടാക്കുന്ന നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതൽക്കുണ്ടാക്കുന്ന ഒരു അധിഷ്ഠാനം. സത്യത്തിൽ പലതും ടഫ് ആവുന്നതിന് കാരണം അവരുടെ മൈൻഡിനെ ഈസി ആക്കാൻ അവർക്ക് അപ്പൊ ഒരു ട്രെയിൻഡ് മൈൻഡാണ് പലരും. അപ്പൊ അൺട്രെയിൻഡ് മൈൻഡ് അധിഷ്ഠാനമാകുന്നത് കൊണ്ടാണ് ബാക്കിയെല്ലാം നമുക്ക് പ്രശ്നമായി തീരുന്നത്. ഒരു ട്രെയിൻഡ് മൈൻഡായിട്ട്, ട്രെയിൻഡ് മൈൻഡ് മീൻസ് വാട്ട്? തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും ഇവോൾവ് ചെയ്തൊരു മൈൻഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകുമായിരുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിരുന്നെങ്കിൽ ജീവിതം കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പൊ നമ്മുടെ അടുത്തത് കർത്ത എന്ന് പറഞ്ഞാൽ ഡുവർ ആയി. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ കർത്ത ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ ഞാൻ ബ്ലെയിം ചെയ്യും. ഇഫ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡു മൈ വർക്ക്, ഞാൻ എല്ലാവരെയും ബ്ലെയിം ചെയ്യും, ഞാൻ വർക്കിനെ ബ്ലെയിം ചെയ്യും. പണ്ടുള്ളവർ പറയാറില്ലേ, ഒരു സ്കിൽഡ് അല്ലാത്ത ഒരാള് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ അറിയാത്ത ഒരാൾ എപ്പോഴും ഇൻസ്ട്രുമെന്റിനെ ബ്ലെയിം ചെയ്യും എന്ന് പറഞ്ഞാൽ പോലെ നമ്മളെല്ലാത്തിനെയും കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തുന്നതിന് കാരണം എനിക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ള ഫൗണ്ടേഷൻ ശരിയില്ല. അപ്പൊ ഫൗണ്ടേഷൻ തെറ്റിക്കഴിഞ്ഞാൽ കർത്താവ് തെറ്റി. കർത്താവ് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളുടെ കർത്താവല്ല. മനസ്സിലായില്ലേ? ഇതേത് കർത്താവ്? ഉള്ളിലുള്ള ഡൂവർ.
ഇനി മൂന്നാമത്തെ തരം കരണം. അപ്പൊ നമ്മുടെ കരണം എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസ്, അത് മുഴുവൻ ഡിസ്റ്റർബ്ഡായി. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡിസ്റ്റർബ്ഡായി. പിന്നെ അത് കഴിഞ്ഞാൽ ചേഷ്ട ഡിസ്റ്റർബ്ഡായി. ചേഷ്ട എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചേഷ്ടകൾ. റിലാക്സഡ് ആണെങ്കിൽ അയാളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. റിലാക്സഡ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ തന്നെ അവരുടെ ടെൻഷൻ നമുക്ക് കാണാൻ പറ്റും, ഫിയർ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അധിഷ്ഠാനം തെറ്റിയാൽ എല്ലാം തെറ്റും. അപ്പൊ അധിഷ്ഠാനം ഓക്കെ അല്ലെങ്കിൽ ബാക്കിയെല്ലാം കരണങ്ങളും എല്ലാം, അതുപോലെ നമ്മുടെ എക്സ്പ്രഷൻസും എല്ലാം ഡിസ്റ്റർബ്ഡ് ആണ്. ഈവൻ ദൈവവും ഓപ്പോസിറ്റ് ആവും. ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചില ഗൈഡൻസ്, ആ ചില സമയത്ത് കിട്ടുന്ന ചില സ്പാർക്കുകൾ അതൊന്നും കാണാൻ പറ്റാതെ. അപ്പൊ അധിഷ്ഠാനം ശരിയാണോ ബാക്കിയെല്ലാം ശരിയാണ്.